വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇനിയും നേരം വെളുക്കാത്ത, വിവേകത്തിന്റെ കണിക പോലുമില്ലാത്ത വളരെയധികം ബ്രെയിൻ വാഷ്ഡ് മോഡിക്കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അവർക്ക് ഒരിക്കലും നേരം വെളുക്കില്ല. പക്ഷേ അതുപോലെ തന്നെ ശരിയാണ് BJPയുടെ അന്ത്യം അടുത്തു എന്നതും. ഇത് വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതം കാട്ടിത്തരാം. അലഹബാദ് എന്ന പേര് പ്രയാഗ്രാജ് എന്ന് ആക്കിയത് വഴി യോഗി അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചതാണ്. പക്ഷെ യോഗിയുടെ സ്വന്തം പ്രയാഗ്രാജിലെ BJPയുടെ ആക്റ്റീവ് പ്രവർത്തകരുടെ വാക്കുകൾ കേട്ടോളൂ. बहुत शर्म आ रही है मैं इस पार्टी कार्यकर्ता हूं, भारतीय जनता पार्टी का। पूरा शहर हमास बन रहा है, ना एक अधिकारी सुन रहा है, ना एक मंत्री महापौर सुन रहा है। सुनेगा कौन हम लोगों की? कौन सुनेगा? BJPയുടെ പ്രവർത്തകർ ആണെന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു. ആരും ഒന്നും കേൾക്കുന്നില്ല. സർക്കാർ കേൾക്കുന്നില്ല, മന്ത്രി കേൾക്കുന്നില്ല. ആര് കേൾക്കാനാണ്? कौन सुनेगा इस शहर में? हमारे घर के बगल दाहिने मंत्री है, बाएं महापौर, दोनों नहीं सुन रहे हैं। हम इनके कार्य वोट है शुरू से, जब इनकी एक सीट थी तब इनके साथ दे रहे हैं। तन मन धन से हम लोग साथ दे रहे हैं। उसके बाद ये हमारे साथ क्या कर रहे हैं? हम लोग कैसे जेब गर्दन काटने काम कर रहे हैं। ഞങ്ങളുടെ വീടിന്റെ ഇരുവശവും BJP മന്ത്രിയും MLAയുമാണ്. BJPയുടെ തുടക്കം മുതൽ ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് മുതൽ ഞങ്ങൾ അതിന്റെ കട്ട പ്രവർത്തകരാണ്. എന്നിട്ടും ഞങ്ങളുടെ മാനം കെടുത്തുന്ന, ഞങ്ങളെ കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. हमारे बच्चे बेरोजगार पड़े हुए हैं, उसके लिए कोई व्यवस्था नहीं है। हमारी रोजी रोटी चल व्यापार हमारा आधा होता जा रहा है, उसके लिए हम लोग को कोई सरकारी व्यवस्था नहीं। सिर्फ गरीब के नाम पे कितना गरीब की मदद करके हम लोग मध्यम आदमी कैसे जिए बताइए। ഞങ്ങളുടെ കുട്ടികൾ ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു തിരിയുന്നു. ഞങ്ങൾ നിത്യവൃത്തിക്ക് പോലും പാടുപെടുകയാണ്. പാവപ്പെട്ടവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. എത്ര നാൾ ഈ ജുംലകൾ കേട്ട് ജീവിക്കും? हम लोग अपना दाल रोटी चलाने के लिए संघर्ष कर रहे हैं, ये लोग उसको भी नहीं समझ रहे हैं। अरे 2 फीट तोड़ को क्या मिलेगा? हमारा तो 4 लाख 3 लाख का खर्चा बढ़ जाएगा, पूरा मकान हमारा गिर जाएगा। ये कौन सा नहीं है, कौन लोग किस तरह का हम लोग नहीं जान पा रहे हैं। ദിവസവും ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ചെറുകിട കച്ചവടക്കാർ വളരെ ബുദ്ധിമുട്ടുന്നു. കടം പെരുകി വരുന്നു. ആരും ഞങ്ങളുടെ ബുദ്ധിമുട്ട് കേൾക്കാനില്ല. ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു പൊളിക്കുമെന്ന് നോട്ടീസ് വരുന്നു. मेला नहीं है हमारे यहाँ, कोई भीड़ नहीं है, उसके बावजूद भी जबरदस्ती 15 मीटर तोड़ा जा रहा है। अब मुझको मेरा पूरा मकान गिराने के हमको नोटिस कल दिया गया है कि आप अपना पूरा मकान ध्वस्तीकरण कर दीजिए। आप भी भारतीय जनता पार्टी के कार्यकर्ता हैं, कितने साल से? 15 साल से। ഇനി അവസാനം ഇതെല്ലാം കേട്ടിട്ട് BJPയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഈ നേതാവിന്റെ വാക്കുകൾ കേട്ടോളൂ. മോദിയുടെ ജുംല പോലെ. मैं समाज की बात कर रहा हूं। नहीं, पहले आप पूरी बात सुने, आप पहले पूरी बात सुने। भारतीय जनता पार्टी ने ग्राउंड लेवल पे एक आम जनता के लिए जो सुविधा दिया है वो कोई सरकार दे नहीं सकती। बोलेगा नहीं? प्लीज प्लीज सुनिएगा, सुन लीजिए, मैं आपको भी सुनूंगा। क्यों? സാധാരണക്കാർക്ക് BJPയെ പോലെ ഇത്ര വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തവർ വേറെ ആരുമില്ലത്രേ. പക്ഷെ സാധാരണ BJP പ്രവർത്തകർ പറയുന്നത് അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നും. BJPക്ക് അദാനിയും അംബാനിയും മാത്രമാണ് സ്വന്തം ജനങ്ങൾ. അവർക്ക് വേണ്ടി സ്വന്തം പ്രവർത്തകരെ പോലും ദുരിതത്തിലാക്കാൻ BJPക്ക് ഒരു മടിയുമില്ല. ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവർക്കല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാക്കാത്ത, ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിച്ച ഒരു ക്രിമിനൽ ക്ലാൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കണ്ടിട്ട് പോലും കുലുങ്ങാത്ത വളരെയേറെ അടിമകൾ ഉണ്ടെന്നത് വലിയ വസ്തുതയാണ്. ഈ BJPയുടെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകരെ പോലും രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുകയും സോറോസിന്റെ കയ്യിൽ നിന്ന്, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഒക്കെ പണം വാങ്ങിയവർ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നത് ഭീകരമായ സത്യമാണ്.